വി.ഡി. സതീശൻ മന്ത്രിസഭ മണിക്കൂറുകൾക്കുള്ളിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുമ്പോൾ കല്ലുകടിയായി രണ്ട് നേതാക്കൾ. ഒന്ന് പാലാ എം.എൽ.എ. മാണി സി കാപ്പൻ, മറ്റൊന്ന് പിറവം എം.എൽ.എ. അനൂപ് ജേക്കബ്. രണ്ട് പാർട്ടികൾക്കും ആകെയുള്ള ഓരോ എം.എൽ.എമാർ മാത്രം. ഇവർക്കെല്ലാം മന്ത്രിസ്ഥാനം നൽകുമ്പോൾ പിന്നെ ബാക്കി നേതാക്കന്മാരെ എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യുമെന്ന ചോദ്യമാണ് കോൺഗ്രസിൽ നിന്നും ഉയർന്നത്. കോൺഗ്രസിന് പുറമെ 22 എം.എൽ.എമാരുള്ള മുസ്ലിം ലീഗ്, 7 എം.എൽ.എമാരുള്ള കേരള കോൺഗ്രസ് ജോസഫ് പക്ഷം, 4 എം.എൽ.എമാരുള്ള RSP പാർട്ടികൾ മന്ത്രി കസേര ഉറപ്പിച്ചു കഴിഞ്ഞു. RMP നേതാവ് കെ രമയുടെ മന്ത്രി കുപ്പായത്തെക്കുറിച്ച് അവർ പ്രതികരിച്ചിട്ടില്ല. കോൺഗ്രസിന് 63 എം.എൽ.എമാരുണ്ട്. ഈ സാഹചര്യത്തിൽ ഒറ്റ എം.എൽ.എ പാർട്ടികൾക്ക് എങ്ങനെ 5 വർഷം തികച്ച് മന്ത്രിസ്ഥാനം നൽകുമെന്ന് അവർ തന്നെ ചിന്തിക്കേണ്ട കാര്യമാണ്. എന്നിട്ടും അനാവശ്യമായ എതിർസ്വരങ്ങൾ ഉയർത്തുന്നുണ്ട് അനൂപ് ജേക്കബും മാണി സി കാപ്പനും. സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് തന്നെ ചടങ്ങിന്റെ പ്രാധാന്യം നഷ്ടമാക്കുന്ന നടപടികളാണ് നേതാക്കന്മാരിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. 10 വർഷം പ്രതിപക്ഷത്ത് വലിയ അനക്കങ്ങളൊന്നും ഉണ്ടാക്കാതെ ഇരിക്കാമെങ്കിൽ ഭരണപക്ഷത്ത് 2.5 വർഷം മന്ത്രി കുപ്പായം ലഭിക്കുമെന്നത് ബോണസായി കാണണമെന്നാണ് UDF ആവശ്യപ്പെടുന്നത്. മന്ത്രിസ്ഥാനം ലഭിക്കുകയാണെങ്കിൽ അത് 5 വർഷം തന്നെ വേണമെന്നും 2.5 വർഷം വീതം പങ്കിടുന്ന ടേം വ്യവസ്ഥ തനിക്ക് സ്വീകാര്യമല്ലെന്നും കാപ്പൻ വ്യക്തമാക്കുന്നുണ്ട്. പാലാ നിയമസഭാ മണ്ഡലത്തിന് വലിയൊരു സമ്മാനം നൽകുമെന്ന് മുൻപ് ഉറപ്പു നൽകിയ കോൺഗ്രസ് നേതാക്കൾ അവരുടെ വാക്ക് പാലിക്കണമെന്നാണ് കാപ്പൻ പറയുന്നത്. 5 വർഷം തന്നെ മന്ത്രിസ്ഥാനം വേണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് മാണി സി കാപ്പൻ. അനൂപ് ജേക്കബുമായി 2.5 വർഷം വീതം മന്ത്രിസ്ഥാനം പങ്കിടണമെന്ന മുന്നണിയുടെ ടേം വ്യവസ്ഥ അംഗീകരിക്കാൻ താൻ തയ്യാറല്ലെന്ന് കടുപ്പിച്ചു തന്നെ കാപ്പൻ വ്യക്തമാക്കുന്നുണ്ട്. ഇത് സംബന്ധിച്ച വിയോജിപ്പ് കാപ്പൻ കോൺഗ്രസ് നേതാക്കളെ അറിയിച്ചിട്ടുണ്ട്. നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കണമെന്നും പാലായിൽ നടന്ന കൺവെൻഷനിൽ മാണി സി കാപ്പൻ തിരിച്ചുവരുന്നത് കൊടിവെച്ച വണ്ടിയിലായിരിക്കുമെന്ന് സതീശൻ പ്രസംഗിച്ച കാര്യവും കാപ്പൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പാലായ്ക്ക് വലിയൊരു സമ്മാനം നൽകുമെന്ന് ചെന്നിത്തല പറഞ്ഞിരുന്നതായും കാപ്പൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അനുകൂലമായ തീരുമാനം ഉണ്ടായില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന ചോദ്യത്തിന് അത് ആ സമയത്ത് ആലോചിച്ച് തീരുമാനിക്കാമെന്നാണ് കാപ്പൻ പറയുന്നത്. തനിക്ക് ഔദ്യോഗികമായി അറിയിപ്പുകളൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. അനൂപ് ജേക്കബ് പരസ്യമായ പ്രതികരണത്തിനില്ലെന്ന് അറിയിച്ചുവെങ്കിലും അതൃപ്തി പുകയുന്നുണ്ട്. അതേസമയം വി.ഡി. സതീശൻ സർക്കാരിൽ മന്ത്രിസ്ഥാനം ഉറപ്പിച്ചത് കോൺഗ്രസിൽ നിന്നുള്ള 6 പേരാണ്. KPCC അധ്യക്ഷൻ കൂടിയായ സണ്ണി ജോസഫ്, രമേശ് ചെന്നിത്തല, K മുരളീധരൻ, PC വിഷ്ണുനാഥ്, M ലിജു, ബിന്ദു കൃഷ്ണ എന്നിവരാണ് ക്യാബിനറ്റിൽ ബെർത്ത് ഉറപ്പിച്ചവർ. പരമാവധി ജില്ലകളുടെ പ്രാതിനിധ്യം ലക്ഷ്യമിട്ട് മുസ്ലിം ലീഗുമായുള്ള ചർച്ചകൾ പൂർത്തിയാക്കിയ ശേഷമാകും കോൺഗ്രസ് ബാക്കി 5 പേരുടെ പേരുകൾ അന്തിമമാക്കൂ എന്ന് അറിയിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി ഉൾപ്പെടെ 12 അംഗങ്ങളാണ് കോൺഗ്രസിൽ നിന്നുണ്ടാവുക. കളമശ്ശേരി എം.എൽ.എ. V.E. അബ്ദുൾ ഗഫൂറിനെ മന്ത്രിയാക്കാൻ ലീഗ് തീരുമാനിച്ചാൽ അൻവർ സാദത്തിന്റെ സാധ്യത അടയും. അതല്ല AKM അഷ്റഫിനെയാണ് ലീഗിൽ നറുക്കു വീഴുന്നതെങ്കിൽ അൻവർ സാദത്ത് മന്ത്രിക്കുപ്പായമണിയും. ഷാനിമോൾ ഉസ്മാൻ, T സിദ്ദിഖ്, അൻവർ സാദത്ത് ഇവരിൽ ഒരാൾ മാത്രമേ മന്ത്രിസഭയിലെത്താൻ ഇടയുള്ളൂ. 2 വനിതാ മന്ത്രിമാർ എന്ന നിർദ്ദേശം ഹൈക്കമാൻഡ് വെച്ചാൽ ഷാനിമോൾ മന്ത്രിയാകുകയും മറ്റ് 2 പേരുകൾക്ക് വഴിയടയുകയും ചെയ്യും. അതല്ലെങ്കിൽ മറ്റ് 2 പേരിൽ ഒരാൾ മന്ത്രിയും ഷാനിമോളെ ചിലപ്പോൾ ഡെപ്യൂട്ടി സ്പീക്കറായും പരിഗണിച്ചേക്കും. T സിദ്ദിഖ് മന്ത്രിയായാൽ IC ബാലകൃഷ്ണൻ ക്യാബിനറ്റിൽ ഉണ്ടാവില്ല. കാരണം വയനാട് ജില്ലയിൽ നിന്നും 2 മന്ത്രിമാർക്ക് സാധ്യതയില്ല എന്നതാണ് കാരണം. കോഴിക്കോട് ജില്ലയുടെ പ്രാതിനിധ്യവും ലീഗ് മന്ത്രിമാരുടെ നിർണയം പൂർത്തിയായാലേ അന്തിമമാകൂ. കോഴിക്കോട്ട് നിന്ന് മന്ത്രി ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. പാറയ്ക്കൽ അബ്ദുള്ള മന്ത്രിയായാൽ കോൺഗ്രസിൽ നിന്ന് ആരെയും ഒരുപക്ഷെ പരിഗണിച്ചേക്കില്ല. 13-ൽ 12 സീറ്റും ജയിച്ച് 20 വർഷത്തിനു ശേഷം കോൺഗ്രസിന് MLA-മാരെ കിട്ടിയ ജില്ലയിൽ നിന്നും ഒരാളെ മന്ത്രിയാക്കണമെന്ന വാദവും ഉയരുന്നുണ്ട്. തീരുമാനമായ 6 മന്ത്രിമാരെ മാറ്റി നിർത്തിയാൽ ബാക്കി 5 സ്ഥാനങ്ങളിലേക്കും സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ പദവികളിലേക്കുമാണ് കാര്യങ്ങൾ ഇനി അന്തിമമാകാനുള്ളത്. ശേഷിക്കുന്ന മന്ത്രിസ്ഥാനങ്ങളിലേക്ക് പരിഗണിക്കപ്പെടുന്നത് ഷാനിമോൾ ഉസ്മാൻ, AP അനിൽകുമാർ, IC ബാലകൃഷ്ണൻ എന്നിവർക്ക് പുറമെ റോജി M ജോൺ, M വിൻസെന്റ്, TJ വിനോദ്, ചാണ്ടി ഉമ്മൻ എന്നിവരിൽ ഒരാളും വന്നേക്കുമെന്നും പറയുന്നുണ്ട്. ഷാനിമോൾ മന്ത്രിയായാൽ ഡെപ്യൂട്ടി സ്പീക്കറായി ബൽറാം വരാനുള്ള സാധ്യതയുണ്ട്. ശക്തനാണോ അതല്ലെങ്കിൽ സാമുദായിക സന്തുലനം കണക്കിലെടുത്ത് K ജയന്ത്, സേനാപതി വേണു തുടങ്ങിയവരിൽ ഒരാളും അവസാന പട്ടികയിൽ ഇടം പിടിക്കാനുള്ള സാധ്യത തള്ളാനാകില്ല.